നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകളും പാറ്റകളുടെ സമരവും ഒക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത്, കൊച്ചു സംസ്ഥാനത്ത് ഒരു വിദ്യാർത്ഥിനി കൂടി ആത്മഹത്യ ചെയ്തിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനവുമായി ബന്ധപ്പെട്ടിട്ട് മാനസിക സംഘർഷം താങ്ങാൻ കഴിയില്ല. ഐജ മഹേഷ് എന്ന് പറയുന്ന 19-കാരിയാണ് ജീവൻ ഒടുക്കിയത്. ഇനി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ മോദിയെ കണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ജോസഫ് വിജയ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് നീറ്റ് ഒന്നും വേണ്ട, ഇത് ഞങ്ങളുടേതായ രീതിയിൽ കൈകാര്യം ചെയ്തോളാം, നീറ്റിൽ നിന്ന് തമിഴ്നാടിനെ ഒഴിവാക്കണമെന്ന്. ഈ ഒരു ആവശ്യത്തിന് സാർ ഓഫ് റെക്കോർഡ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എങ്ങനെയായിരിക്കാം ഇതിനെ, ഈ ഒരു നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ മാനസിക സംഘർഷത്തിലേക്ക് വിദ്യാർത്ഥികളെ തള്ളിവിടുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിൽ നിന്ന് എങ്ങനെ ഒരു പുറത്തു ചാടാം? വിജയുടെ ഈ ഒരു ആവശ്യത്തിന് എത്രത്തോളം ന്യായമുണ്ട്? വിജയുടെ ആവശ്യത്തിന് ന്യായമുണ്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിപ്പോ ഉണ്ടായ കാര്യമല്ല. ഇതിനു മുമ്പ് തന്നെ എൻട്രൻസ് പരീക്ഷ വ്യാപകമായി വന്ന കാലത്ത് ജയലളിത മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് തോന്നുന്നു, എൻട്രൻസ് പരീക്ഷ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളുടെ +2 മാർക്ക് വെച്ച് ചെയ്തു കൊള്ളാം എന്ന് തമിഴ്നാട് ഒരു നിലപാടെടുക്കുന്നുണ്ട്. ആ നിലപാടിൽ കുറെ ശരിയുണ്ട്. കാരണം നമുക്കറിയാം ഈ എൻട്രൻസ് പരീക്ഷ വരുന്നത് ഒരു 40 കൊല്ലം മുമ്പ് മാർക്ക് ലിസ്റ്റ് തിരുത്തലുമായി ബന്ധപ്പെട്ട, എനിക്ക് നല്ല ഓർമ്മയുള്ള ഒരു കാര്യം, മാർക്ക് ലിസ്റ്റ് പ്രീ ഡിഗ്രി മാർക്ക് ലിസ്റ്റ് തിരുത്തി, അതുകൊണ്ട് അതിൽ വിശ്വാസ്യതയില്ല എന്ന് പറഞ്ഞാണ് എൻട്രൻസ് വരുന്നത്. ഇപ്പൊ എൻട്രൻസിൽ എത്ര വിശ്വാസ്യതയുണ്ട് എന്ന ചോദ്യം ഇപ്പോൾ വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നു. ദേശീയ എൻട്രൻസിൽ അന്ന് സംസ്ഥാന എൻട്രൻസ് നടത്തും, അങ്ങനെ എടുക്കും. ഞാൻ ഈ എൻട്രൻസിന് എന്നും എതിരാ. വേറെ ഒന്നും ഉണ്ടല്ല, അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ +2 ഒരു സ്റ്റേറ്റിന് മാത്രം എടുക്കാം, കേരളത്തിലെ മാത്രം. നിങ്ങൾ ഇവിടെ +2 പരീക്ഷ നടത്തും, CBSE നടത്തുന്നു, ഇവര് നടത്തും. ഈ +2 പരീക്ഷ എന്തിനാ നടത്തണേ? കുട്ടിക്ക് +2 കഴിഞ്ഞുള്ള എൻട്രൻസിന് യോഗ്യതയുണ്ടോ എന്ന് അറിയാനാ, അല്ലെ? അപ്പൊ അതിന്റെ മാർക്ക് വെച്ചാൽ പോരെ ഇതിന്, ഈ എൻട്രൻസ് എന്തിനാ പരീക്ഷ നടത്തണേ? ഒടുവിൽ കുറെ കഴിഞ്ഞപ്പോഴാണ് എൻട്രൻസ് മാർക്കും ഈ മാർക്കും കൂടി കൂട്ടുക എന്നൊക്കെയുള്ള ഫോർമുലയും പ്രശ്നമൊക്കെ വന്നത്. ഇത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. ഒരു സ്റ്റേറ്റിന് നന്നായി അവിടുത്തെ +2 പരീക്ഷ നടത്താമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാം. ഇനി ആകെ തർക്കിക്കാവുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ, IIT പോലെ, IISM പോലെ, അല്ലെങ്കിൽ ISER പോലെ ഒക്കെ ഉണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാർ നടത്തിക്കോട്ടെ, നീറ്റ് നടത്തിക്കോട്ടെ, അവരവിടെ എടുത്തോട്ടെ. പക്ഷേ ഒരു സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കുട്ടികൾക്ക് എങ്ങനെ അവിടെ അഡ്മിഷൻ കൊടുക്കണമെന്ന് പറയാനുള്ള അവകാശം ആ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. കാരണം വിദ്യാഭ്യാസം കൺകറന്റിലായാൽ പോലും അതിന്റെ അടിസ്ഥാന ചുമതല സ്റ്റേറ്റിനാണ്. ഇടയ്ക്കാണ് കൺകറന്റിലായത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഇത് വളരെ കൃത്യമാണ്. അല്ലെങ്കിൽ എന്താ പറ്റുക? ഒരു പ്രശ്നം ഞാൻ പറയാം. ഇപ്പൊ കുട്ടി +2 പഠിക്കുന്നു, കോച്ചിങ് വേറെ നടക്കുന്നു. എന്തൊരു സമ്മർദ്ദമായിരിക്കും ഈ കുട്ടിക്ക്. 2 തരത്തിലുള്ള പഠന, 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ഒരു കുട്ടി ഒന്ന് മറ്റേ 1, 2, 3 എന്നൊക്കെ എഴുതുന്നത്, മറ്റത് വേറെ രീതിയിൽ എഴുതുന്നത്. ഈ +2 എത്ര മാർക്ക് കിട്ടിയാൽ ഈ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാൻ പോകില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഈ കുട്ടിയെ സംബന്ധിച്ച് +2 കുട്ടിക്ക് ഒരു പ്രശ്നമല്ല. സാധാരണ ഒരു ആവറേജ് കുട്ടിക്ക് 50 മാർക്ക് വെച്ച് കിട്ടിയാൽ മതി. ചില മിനിമം, പിന്നെ മറ്റുള്ള റാങ്കാണ്, നീറ്റ് റാങ്കാണ് എന്റെ പ്രശ്നമാവുന്നത്. അപ്പോൾ കുട്ടി, അല്ലെങ്കിൽ എൻട്രൻസ് റാങ്ക്. ഞാൻ ഈ എൻട്രൻസിന് വേണ്ടി മുഴുവൻ പ്രയത്നം കൊടുക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മാതാപിതാക്കൾ, മകന്റെ അച്ഛൻ എന്നുള്ള ശ്രീനിവാസന്റെ സിനിമയിൽ പറയുന്ന പോലെ മാതാപിതാക്കളുടെ ആഗ്രഹമാണ് ഈ കുട്ടി ഡോക്ടറാവണം, എഞ്ചിനീയറാവണം. യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ ആഗ്രഹം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചിരുന്നു? അത് പാട്ടുകാരനാവണമെന്നാണോ, വക്കീലാവണമെന്നാണോ, സ്പോർട്സ്മാൻ ആവണമെന്നാണോ? എന്താ ഈ കുട്ടിയുടെ ആഗ്രഹം? എപ്പോഴെങ്കിലും ചോദിച്ചിട്ട്? ഈ കുട്ടി എങ്ങനെ LKG മുതൽ വളർത്തുന്ന എൻട്രൻസ് എഴുതാനാണ്. എൻട്രൻസ് ഓറിയന്റഡ് LKG നമ്മൾ പറയാറുണ്ട്. LKG മുതൽ എൻട്രൻസിന് പഠിപ്പിക്കുക. അത് തെറ്റാണ്. കാരണം ഈ കുട്ടി അതൊരു സ്വാതന്ത്ര്യത്തിലുള്ള കൈകടത്തലാണ്. പുതിയ ജൻസിയൊക്കെ അത് ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തിനെങ്ങനെ സമ്മർദ്ദം വെച്ച്? നീ ഈ എൻട്രൻസ് എഴുതിയിട്ട് കിട്ടുന്ന ഡോക്ടറോ എഞ്ചിനീയറോ ഇത്ര വലിയ ജോലിയാണ്. ഞാനത് അങ്ങനെ കണക്കാക്കുന്നില്ല. ഡോക്ടർ എഞ്ചിനീയറും ആയാൽ ലോകത്തിലെ എല്ലാം കഴിഞ്ഞു. നേരെ മറിച്ച് നിങ്ങൾ ഒരു 1000 ഡോക്ടർമാരുണ്ടെങ്കിലും അതിന്റെ മുമ്പിൽ ഒരു ഫിലിം സ്റ്റാർ വന്നാൽ ഡോക്ടർമാരെ ആരെങ്കിലും മൈൻഡ് ചെയ്യും? ഡോക്ടർമാരും ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ ഈ കുട്ടികൾ SSLCക്കൊക്കെ റാങ്കുള്ള കുട്ടികൾ പോലും, വലിയ മാർക്ക് അടിച്ച കുട്ടികൾ പോലും ഇതിന്റെ പിന്നാലെ പോകുന്നതിന് ഒരു കുഴപ്പമുണ്ട്. നേരത്തെ ആത്മഹത്യയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ നിന്റെ ജീവിതം തൊലഞ്ഞു എന്നൊരു കുട്ടിയോട് ചെറുപ്പം മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു പരീക്ഷ 3 മണിക്കൂർ എഴുതുന്ന ഒരു പരീക്ഷയുടെ ഇതാണ് എന്റെ ജീവിതം തീരുമാനിക്കാൻ പോണേ? അങ്ങനെയാണോ? എന്നിട്ട് ഒരു തവണ എഴുതുക, രണ്ടാമത് എഴുതുക, റിപ്പീറ്റ് ചെയ്യുക. ഈ കുട്ടിയുടെ മേലുള്ള ഒരു വർഷ കുട്ടിക്ക് നഷ്ടപ്പെടുന്നു. ഈ സമ്മർദ്ദം കുട്ടികൾക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ +2 നന്നായി പഠിക്കുക,
+2 മാർക്ക് അനുസരിച്ച് അഡ്മിഷൻ കൊടുക്കുക. അത് തമിഴ്നാട് പറഞ്ഞ് കറക്റ്റാണ്. കേരളം അത് ചെയ്യുമെന്നുള്ളത്. കേരളത്തിന് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ എല്ലാ കോളേജുകളിലും 50% പുറത്തുള്ള കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ള ചില കളികളുണ്ട്. കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് അവിടെ കിട്ടുമെന്നൊക്കെയുള്ള വാദമുണ്ട്. പക്ഷെ ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. കേരളത്തിലെ കുട്ടികൾക്ക് കേരളത്തിൽ കിട്ടാൻ പറ്റുന്ന രൂപത്തിൽ ഇവിടെ മെഡിക്കൽ കോളേജുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുക. എൻട്രൻസ് എന്നുള്ള സമ്മർദ്ദം കുട്ടികളുടെ മേൽ ഇല്ലാതിരിക്കുക. കുട്ടികളുടെ മേൽ അത് വന്നാൽ ഒന്ന് അതിനൊരു യാന്ത്രിക പഠനമാണ്. അതിനോട് തന്നെ എനിക്ക് അഭിപ്രായ വ്യത്യാസം. സാറേ, എനിക്കറിയാവുന്ന ഒരു കുടുംബം, പേഴ്സണലി അറിയാവുന്ന ഒരു കുടുംബമാണ്. കുട്ടിക്ക് മാർക്ക് കുറവാണ്, എൻട്രൻസ് എഴുതി ഇതുപോലെ റാങ്ക് കുറവാണ്, കോച്ചിങ്ങിനൊക്കെ പോയതാണ്. പക്ഷെ മാർക്ക് വളരെ കുറവ്, 300 എത്രയും കണ്ടുള്ളൂ. ഒടുവിൽ ഈ കുട്ടിക്ക് നിർബന്ധം, ഇവര് ഇല്ലാത്ത പൈസ ഉണ്ടെങ്കിൽ 90 ലക്ഷം രൂപ ഏതാണ്ട് മുടക്കി ജോർജിയ അങ്ങനെ ഏതോ ഒരു നാട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. ഞാൻ അതിനോട് ചേർന്ന് സാറിനോട് ചോദിക്കാൻ വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ മാതാപിതാക്കളുടെ ഒരു കാര്യം പറഞ്ഞത്, ഇപ്പൊ ഈ പറയുന്നത് പോലെ പണം വാങ്ങിയിട്ടും അഡ്മിഷൻസ് കൊടുക്കുന്നുണ്ട്. ഈ പണം വാങ്ങി അഡ്മിഷൻ വാങ്ങി ഏത് രീതിയിൽ വേണമെങ്കിലും പഠിച്ചിട്ട് വരുന്ന ഒരു ഡോക്ടറുടെ മുമ്പിലേക്ക് ഒരു രോഗി എത്തുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് അവിടെ നടക്കുമോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. 50 ലക്ഷം 1 കോടി കൊടുത്ത് എൻട്രൻസ് MBBS ആവും. MBBS ആയ കാലത്ത് ഡോക്ടർക്ക് ഒരു കാര്യമില്ല. പിന്നെ വീണ്ടും പണം കൊടുത്ത് 2-3 വർഷം കഴിഞ്ഞ് MDക്ക് പോകണം, അല്ലെങ്കിൽ MS പോകണം. അങ്ങനെ പോയി വരുമ്പോൾ ഇത്രയും പണവും കൊടുത്ത് 8-10 കൊല്ലം 10 കൊല്ലമെങ്കിലും അതിനിടയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ 10 കൊല്ലം കഴിഞ്ഞ് ഇയാൾ ഡോക്ടറായിട്ട് വരുമ്പോൾ അയാൾക്ക് ഈ കൊടുത്ത കാശ് തിരിച്ചു പിടിക്കണ്ടേ? സ്ത്രീധനം മേടിക്കാൻ നിയമപ്രകാരം പറ്റില്ലെങ്കിലും ചിലരൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇയാൾക്ക് തിരിച്ചു പിടിക്കണ്ടേ? ഈ തിരിച്ചു പിടിക്കുന്ന ആരുടെ നിന്ന് പിടിക്കണം? പേഷ്യൻസിന്റെ നിന്ന് പിടിക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സ്വാശ്രയമൊക്കെ കടന്നിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ജോർജിയയിലേക്കും ഉക്രൈനിലേക്കും ഒക്കെ കുട്ടികൾ പോയിട്ടുള്ളത്. ഉസ്ബെക്കിസ്ഥാനും തജക്കിസ്ഥാനിലും ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട് കുട്ടികൾ. എന്തിനാ? ചൈനയിലും ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഭ്രമമാണ് നിർത്തേണ്ടത്. ഇവിടെ ഡോക്ടർമാർക്ക് അത്ര വലിയ കുറവൊന്നുമില്ല കേരളത്തിൽ. ഇനി ഇവരൊക്കെ കേരളത്തിൽ നിൽക്കുന്നുണ്ടോ? ഇന്ത്യയിൽ നിൽക്കുന്നുണ്ടോ? ഇവരൊക്കെ പുറത്തേക്ക് പോകണം കുറച്ച് കഴിഞ്ഞ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എൻട്രൻസ് പരീക്ഷ എന്ന രീതി തന്നെ +2 എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഇല്ലാതാക്കലാണ്. അവിടെയാണ് പ്രശ്നം. ഞാൻ പറയുന്നത് അവിടെ വേറൊരു കുഴപ്പം കൂടിയിട്ട്, കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം വളരെ ഉയർന്നതാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. സൗജന്യമാണ്. നമുക്ക് +2 വരെ സൗജന്യമായിട്ട് പഠിക്കാം, അല്ലേ? ആർക്കും +2 വരെ പഠിക്കാം, വലിയ ഫീസ് ഒന്നും കൊടുക്കണ്ട. പക്ഷേ എഞ്ചിനീയറിംഗിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് അതുവരെ കയ്യിൽ നിന്ന് പൈസ മുടക്കും. അപ്പൊ പൈസ മുടക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യും? അല്ലെങ്കിൽ മെഡിസിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് പൈസ മുടക്കണ്ടേ? അപ്പൊ സൗജന്യമല്ല വിദ്യാഭ്യാസം. നിങ്ങൾക്ക് സൗജന്യവും സാർവത്രികവും എന്ന് പറയുന്ന വിദ്യാഭ്യാസം ഇവിടെ ഇല്ല. ഞാൻ എഞ്ചിനീയറിംഗ് പൂർണ്ണമായും സൗജന്യമായി പഠിച്ച ഒരാളാണ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു, എയ്ഡഡ് കോളേജിൽ പഠിച്ചു, പ്രീ ഡിഗ്രി അങ്ങനെയൊക്കെ പഠിച്ച ആളാണ്, സർക്കാർ കോളേജുകളിലൊക്കെ പഠിച്ച ആളാണ്. അപ്പൊ പ്രശ്നം എന്താ? എനിക്കൊരു പൈസ ഇല്ലാണ്ട് പറ്റി. പക്ഷെ 90% കുട്ടികൾക്ക് ഇപ്പോൾ ഇനി സാധാരണ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിലും നിങ്ങൾ എൻട്രൻസ് പിടിക്കണ്ടേ? അതിനൊരു വലിയ തുക മുടക്കണ്ടേ? അതിന് പോയി താമസിക്കണ്ടേ? ഇപ്പൊ പല കുട്ടികളും എങ്ങനെയാണല്ലോ, എൻട്രൻസ് ഉള്ള സ്ഥലത്ത് പോയി +2 ചേരും, എൻട്രൻസിന് നല്ല കോച്ചിങ് ഉള്ള സ്ഥലത്ത് പോയി +2 ചേരും. അപ്പൊ അവരെ അവിടെ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ ചെലവ് എത്രയും? സ്വന്തം വീട്ടിൽ നിന്ന് +2 പോയി പഠിക്കാൻ സൗകര്യങ്ങൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും സ്വന്തം വീട്ടിൽ നിന്ന് പോയി +2 പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ക്വാളിറ്റി പോരാ, അതിനപ്പുറത്ത് പോകണം. ഞാൻ പറഞ്ഞു വന്നത് വിദ്യാഭ്യാസത്തെ ചെലവേറിയതാക്കുന്നതും കുട്ടികളുടെ ആത്മസംഘർഷം വലിയ തോതിൽ, ചെറിയ തോതിലൊന്നുമല്ല. അതാ ഞാൻ മകന്റെ അച്ഛൻ എന്നുള്ള സിനിമയെ കുറിച്ച് പറഞ്ഞത്. യഥാർത്ഥത്തിൽ വളരെ നന്നായി അവതരിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഒരു കുട്ടിയുടെ കഴിവെന്താണെന്നറിയാതെ മാതാപിതാക്കൾ നോക്കുന്നില്ല, ഈ യന്ത്രത്തിനകത്തേക്ക് കടത്തി വിടുക. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ വിജയ് പറഞ്ഞ അഭിപ്രായം സ്വീകരിക്കണം, കേരളം അഭിപ്രായം സ്വീകരിക്കണം. ഇത്തിരി ബോൾഡാണ് ഡിസിഷൻ, പക്ഷെ അത് വേണം. എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ സംഘർഷം ഒഴിവാക്കാനും വലിയ തോതിൽ പണം മുടക്കി പണം വാരി എറിഞ്ഞ് ഡോക്ടറാകുന്ന രീതിയിൽ നിന്ന് മാറി യോഗ്യതയുള്ളവർ ഡോക്ടറാവട്ടെ, അവർ പഠിച്ചോട്ടെ. ഇനിയിപ്പോ പുറത്തു പോയി പഠിച്ച് കാശ് കൊടുത്ത് പഠിക്കുന്നുള്ളവർ പഠിച്ചോട്ടെ, അത് നമ്മൾ പ്രശ്നമല്ല. പക്ഷെ കേരളത്തിൽ പഠിക്കുന്നവർ കേരളത്തിലെ പരീക്ഷകളെ വിശ്വസിക്കണം. ഇവിടുത്തെ +2 നമ്മൾ വിശ്വസിക്കണം, CBSE നമ്മൾ വിശ്വസിക്കണം. സംഗതിയിലേക്ക് തട്ടിപ്പില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വിശ്വസിക്കണം. അല്ലെങ്കിൽ ഇത് നമ്മുടെ സംവിധാനത്തെ വിശ്വസിക്കാതെ വേറെ സംവിധാനത്തെ ആശ്രയിച്ച് ഇത് ചെയ്യുന്നു. ഇപ്പൊ നീറ്റിൽ എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് നമ്മൾ പറയണ്ടല്ലോ, നീറ്റ് ഇപ്പൊ എത്ര കുളമായി എന്ന് പറയണ്ടല്ലോ. ആരാ ജയിച്ച ആരാ തോറ്റെന്നും പിടിയില്ല, ആർക്കാ മാർക്ക് കിട്ടിയെന്ന് അറിയില്ല. അതുകൊണ്ട് വിജയുടെ വഴി സതീശനും തേടണം എന്നാണ് എനിക്ക് പറയാം.